നമസ്കാരം. ഞാൻ ഡോക്ടർ പവൻ മധുസൂദനൻ, തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. നമ്മുടെ സ്കൂളുകളിലെ ഏകദേശം ഒരു 25-30% കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ കാണുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു 10-12% കുട്ടികളിൽ കാണുന്നതും എന്നാൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നതുമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് പഠന വൈകല്യം എന്നുള്ളത്. പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കുട്ടികളിൽ സ്ഥിരമായിട്ട് അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും അക്ഷരങ്ങൾ വായിക്കുവാനുള്ള ബുദ്ധിമുട്ട്, എഴുതുവാനുള്ള ബുദ്ധിമുട്ട്, കണക്കുകൾ കൂട്ടാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ പുറമെ അവർക്ക് ഏകാഗ്രതക്കുറവും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇവരുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ IQ ശരാശരിയിൽ അധികമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇവർ പലപ്പോഴും ബുദ്ധിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാവാം, ആഴത്തിൽ ചിന്തിക്കുന്നതും ദൈനംദിന ദിനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ വളരെയധികം മിടുക്ക് കാണിക്കുന്നതായിട്ടുള്ള കുട്ടികളായിരിക്കാം. പക്ഷേ ഇവരുടെ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അത് പലപ്പോഴും അത് ഇവരുടെ മടി കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ശകാരിക്കുകയും ശിക്ഷിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഇവർ വളരെയധികം ബുദ്ധിമുട്ടിലായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ താമസിയാതെ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിലേക്കും വിഷാദ രോഗത്തിലേക്കും കടന്നുപോകും. കൃത്യം പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 7 വയസ്സ് 8 വയസ്സോടുകൂടി ഈ ഒരു പ്രശ്നം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കുകയും പാഠ്യപദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ കുട്ടികളെ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും തരത്തിലുള്ള പഠന ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ 30 നിർമ്മല സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാം നിർമ്മല സ്കൂളിൽ വെച്ച് ഒരു പഠന വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളും കുട്ടികളും ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും വേണ്ട ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.